ഇന്ന് ദേശാഭിമാനി വായിച്ച സഖാക്കന്മാര് മിക്കവാറും BJP-യിൽ ചേരുട്ടോ. സഖാക്കന്മാര്, കാരണം ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആൾക്കാർക്ക് ഇതേവരെ നരേന്ദ്രമോദി സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ദേശാഭിമാനി മാത്രം വായിക്കുന്ന അന്തംഗമികൾക്ക് ഒന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ. അവരുടെ ആകെ BJP എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ മുസ്ലിങ്ങളെ കൊല്ലുന്ന, മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന പാർട്ടി, ഇതാണ് BJP എന്നാണ് ഈ പത്രം വായിക്കുന്ന അന്തംഗമികളുടെ ഒക്കെ ധാരണ. കാരണം അങ്ങനെയാണല്ലോ ഇതിൽ വാർത്ത. പക്ഷെ ഇന്ന് ഇത് ആദ്യമായിട്ട് നരേന്ദ്രമോദി, അപ്പൊ എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. അപ്പൊ നരേന്ദ്രമോദി ഇങ്ങനെയൊക്കെ ചെയ്തു അല്ലേ, പിന്നെ നമുക്ക് എന്തിനാ കാരണഭൂതം? പോടോ, കാരണഭൂതത്തിനോട് പോകാൻ പറയടോ. അയാൾ താനി അയാളുടെ ഒരു മറ്റേ അഹങ്കാരവും ധാർഷ്ട്യവും തോന്നിയാസും. നമ്മളെ പാർട്ടി മോദിയുടെ പാർട്ടി സിന്ദാബാദ്, മോദി സിന്ദാബാദ് എന്ന് ഓരോ സഖാക്കളും ഇന്ന് മുദ്രാവാക്യം വിളിക്കും കേട്ടോ. ഇതാണ് ദേശാഭിമാനിയുടെ വികസിത ഇന്ത്യക്കായി വികസിത കേരളം എന്ന് പറയുന്നത് കേട്ടോ. എന്താല്ലേ വികസിത ഇന്ത്യക്കായി വികസിത കേരളം. ആ വികസനത്തിന്റെ ഉത്തരവാദി ആരാണ്? നരേന്ദ്രമോദി. അല്ല, പിണറായി അല്ല. ആര് പറയാണ്? സഖാക്കന്മാര് പറയാണ് കേട്ടോ. എന്താ ചെയ്യാ? ഇനിയാണ് സതീശന്റെ പറ്റിയുള്ള വാർത്തകളാ. UDF ജാഥ സമാപനം ഏത് പേജിലാണ്? 6-ാം പേജിൽ. 6-ാം പേജില് ഈ പറയുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളെ ദേശാഭിമാനിക്കാര് അവതരിപ്പിച്ച് ഇങ്ങനെയാണ്: UDF-ന്റെ ജാഥാ സമാപനം വിയോജിപ്പിന്റെ വിസ്മയം എന്നാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് വിയോജിപ്പ്. അവർ ആകപ്പാടെ ഈ സമ്മേളനത്തിൽ കണ്ടത്. ഇതിന്റെ ഇടയ്ക്ക് രാഹുൽ ഗാന്ധി പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞിരുന്നു, കോൺഗ്രസ്സുകാർ സംഘനൃത്തം ചെയ്യണം, ഒറ്റക്ക് നൃത്തം ചെയ്യരുത്. സംഘനൃത്തത്തിന്റെ ഇടയിൽ ഒരാൾ ഒറ്റക്ക് നൃത്തം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ ഇപ്പോഴും മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനെ കുറിച്ച് തർക്കങ്ങളുണ്ട്. സ്വാഭാവികമായും തർക്കങ്ങൾ ഉണ്ടാവും. VD സതീശൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, രമേശ് ചെന്നിത്തല വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, KC വേണുഗോപാൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. സ്വാഭാവികമാണ്. കാരണം ഇവിടെ എന്താ പറയാ, CPM-ൽ അമ്മാതിരി പ്രശ്നമില്ലല്ലോ. കാരണം കാരണബോധം കഴിഞ്ഞാൽ പിന്നെ ആരുമില്ലല്ലോ. കാരണബോധം കഴിഞ്ഞാൽ പിന്നെ മരുമോ മാത്രമല്ലേ ഉള്ളൂ, അതല്ലാതെ വേറെ ആരുമില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാരണബോധം സൃഷ്ടിച്ചത്. പക്ഷെ കോൺഗ്രസിൽ അങ്ങനെയല്ല. കോൺഗ്രസിൽ കരുത്തുറ്റ മുഖ്യമന്ത്രിയാവാൻ എന്താ പറയാ സർവ്വഥാ യോഗ്യതയുള്ള നിരവധി നേതാക്കന്മാരുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഓരോരോ പക്ഷത്ത് ആരാധകരുണ്ട്, അവർക്ക് ആരാധകരുണ്ടാവും. നേരത്തെ നമ്മൾ കണ്ടതല്ലേ, വി എസിനുള്ള ആരാധകർ ഒരു ഭാഗത്തുണ്ട്, പിണറായിക്കുള്ള ആരാധകർ മറുഭാഗത്തുണ്ട്, P ജയരാജനുള്ള ആരാധകർ ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ വ്യത്യസ്ത നേതാക്കന്മാർക്ക് ആരാധകരുണ്ടാവും. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, അങ്ങനെ ഒറ്റക്കൊറ്റക്ക് നൃത്തം ചെയ്യേണ്ട, സംഘനൃത്തമാണ് വേണ്ടത്. അത് സ്വാഭാവികമായും ഒരു നേതാവ് എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി പറയേണ്ടതാണ്. രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു. അതെന്തോ വലിയൊരു കാര്യമായി ആണ് ഇവർ അവതരിപ്പിക്കുന്നത്. വിയോജിപ്പിന്റെ വിസ്മയം എന്ന് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ് വിയോജിപ്പാണെന്ന് പറയുന്നത്. എന്നിട്ട് അവസാനം ഒരു ചെറിയൊരു തലക്കെട്ടുണ്ട്, പെൻഷൻ 3000 രൂപയാക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ആക്കൂല എന്നാണ് പറയുന്നത്. ഇവര് സ്വന്തം കാര്യം പറയാണല്ലോ. ഞങ്ങളാക്കിയില്ല. 2500 ആക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളാക്കിയില്ല. 3000 ആക്കുമെന്ന് പറഞ്ഞാൽ ഒരു ആക്കൂല. ഇതാണ് പറയുന്നത്. വേറെ മറ്റേ ഒരു വൃദ്ധൻ വന്നിരുന്നല്ലോ, 2000 രൂപ എന്റെ പെൻഷൻ തങ്ങൾ തോളി, നിങ്ങൾ എന്നെ വരണം. UDF-കാർ വന്നാൽ കിട്ടൂല. അയാൾ എവിടെയെന്ന് അറിയില്ല കേട്ടോ. അയാളെ താങ്ങി പിടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ. കാരണം 3000 രൂപ തരൂ കേട്ടോ. ആര്? UDF വന്നാൽ. ഇവർക്കാകെ ഭ്രാന്തയിക്കുന്നു. പെൻഷൻ 3000 രൂപയാക്കുമെന്ന്, കേരളത്തിലെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് രാഹുൽ ഗാന്ധി. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ്, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാൻ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പ് എന്നിവയാണ് മറ്റു പ്രഖ്യാപനങ്ങൾ. അതേസമയത്ത് തന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസിന്റെ കാര്യം പറയുന്നു. ഇവർ പറയുന്നത് ഈ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിക്കാനാണെന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും കുറ്റം കാണുക. പിണറായി ചെയ്തതൊക്കെ നല്ലതാണ്. പിണറായി ഇനി അധോവായു വിട്ടാലും അത് കേരളത്തിന്റെ വികസനത്തിനാണ്. പിണറായി മാത്രമല്ല, മരുവനും കുത്തിയിരുന്നിട്ട് രാവിലെ തന്നെ ഇങ്ങനെ അധോവായു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് മുദ്രാവാക്യം വിളിക്കും സഖാക്കള്. ഓരോ അധോവായുവും കേരളത്തിന്റെ വികസനത്തിന് അമ്മാതിരി കോപ്പന്മാരാണ്. ഇവരുടെ വിചാരം ഇവർക്ക് ഇതൊക്കെ പറയാനും ഇതൊക്കെ ഇവർക്കേ പറ്റുള്ളൂ എന്നാണ്. അപ്പോഴാണ് ഞെട്ടിപ്പിച്ചുകൊണ്ട് UDF ഇനി ഒരു തർക്കം വേണ്ട. 100 110 120 സീറ്റുകള് UDF ഉറപ്പാണ്.
സഖാക്കന്മാര് പോയി ഇങ്ങോട്ട് വരുന്നങ്ങോട്ട് വോട്ട് ചെയ്യും. കാരണബോധം വേണ്ട ഞങ്ങൾക്ക്, ഇമ്മാതിരി തോന്നിയാസം കളിക്കുന്ന ആൾ ഞങ്ങൾക്ക് വേണ്ടടോ എന്ന് സഖാക്കന്മാര് പറയും. 1600 രൂപ പെൻഷൻ അത് 2500 രൂപയാക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ 4.5 വർഷവും അത് പാലിച്ചില്ല. അമ്മാതിരി കാരണഭൂതം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പുറങ്കാല് കൊണ്ട് കാരണഭൂതത്തെ ചവിട്ടി അറബിക്കടലിലേക്ക് തള്ളുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ CPM-കാരായിരിക്കും കേട്ടോ. CPM-കാരായിരിക്കും, ഒരു സംശയം വേണ്ട. ഇവർ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് UDF വന്നാൽ മതി, UDF വന്നാൽ മതി. UDF-കാർ ഇത് കോൺഗ്രസ്സുകാർക്ക് മാത്രമെന്നല്ല പറഞ്ഞു കേട്ടോ. ഇത് കോൺഗ്രസ്സുകാർക്ക് മാത്രമെന്നല്ല പറഞ്ഞത്. ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും, കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം 1000 രൂപ. 18 വയസ്സ് പൂർത്തിയായി ഈ ബൂത്തിലേക്ക് ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളും ഈ കാരണഭൂതത്തിന് ഈ വോട്ട് ചെയ്യൂ. SFI-കാര്, DYFI-കാര് നിരന്ന് നിന്നിട്ട് UDF-ന് വോട്ട് ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ആകെ വയറിളകി നടക്കുകയാണ് ഇപ്പൊ അന്തംഗമ്മികള്. എന്താ ചെയ്യാന്നറിയില്ല. അന്തം വിട്ടിരിക്കുകയാണ്. അവസാനം ചോദിക്കും, ഇതൊക്കെ എങ്ങനെ നടപ്പാക്കും. ദൂർത്ത് കുറച്ചാൽ മതി. കാരണബോധത്തിന്റെ കണ്ടത്തില് ഒരു ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, മാസം 1 കോടി. കാരണബോധത്തിന് മറ്റേ ആസനം വെക്കാൻ 1.25 കോടിയുടെ കാറ്. ഇവിടെ നിർമ്മലാ സീതാരാമൻ, നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഏതോ 6-7 ലക്ഷം രൂപ വിലയുള്ള ഒരു മാരുതി കാറിലാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ വിനു വളരെ കൃത്യമായ കാര്യം പറഞ്ഞിരുന്നു. അപ്പോഴാണ് കാരണബോധത്തിന് 1.25 കോടിയുടെ കാറ്, 45 വാഹനങ്ങൾ, അകമ്പടി, പാറ്റൻ ടാങ്ക്, ഹെലികോപ്റ്റർ. 2 മാസം കൂടിയുള്ളൂ. നിങ്ങളെ തോന്നിവാസം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിന്റെ പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി ഈ നടത്തിയത് കേട്ടോ. കരഞ്ഞിരുന്നോളി. കരഞ്ഞ് തീരും നിങ്ങളുടെ ജന്മം. അത്ഭുതപ്പെടുത്തി എന്താണെന്നറിയോ? ദേശാഭിമാനിയുടെ ഏത് പേജ്? ഇതാ 1-ാം പേജില് 3/4 പേജ് പരസ്യം, മറ്റൊരു 1-ാം പേജ് ഉള്ളിലുണ്ട്. അത് മറ്റേ പാലം, ഏത് പാലമാണ്? പെരുമ്പളം പാലം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന്റെ പാലങ്ങൾ, റോഡുകളൊക്കെ ഉദ്ഘാടനം ഇങ്ങനെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതാ 5-ാം പേജില് കേരളത്തിലെ വനിതകളെ ശാക്തീകരിക്കുന്നു. പിണറായി വിജയൻ അല്ല കേട്ടോ, കേരളത്തിലെ വനിതകളെ ശാക്തീകരിക്കുന്നു. വികസിത ഇന്ത്യക്കായി വികസിത കേരളം, മോദി ഗവൺമെന്റിന്റെ ദൃഢനിശ്ചയം. മോദി സർക്കാരിന്റെ പരസ്യം ഫുൾ എല്ലാ പത്രങ്ങൾക്കും BJP ഈ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഉളുപ്പും മാനമില്ലാതെ ദേശാഭിമാനിയും എന്ന് പറഞ്ഞ പൈസ കിട്ടിയാലുണ്ടല്ലോ, പൈസ കിട്ടിയാൽ തീട്ടം തിന്നിട്ടുകൾ. പൈസ മതി. പൈസ കിട്ടിക്കാണെങ്കിൽ എന്ത് തോന്നിയാസവും, അത്യാവശ്യം ഉളുപ്പും മാനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഇവിടെ CPM-ഉം BJP-യും അന്തർധാര എന്ന് പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഉളുപ്പുണ്ടെങ്കിൽ ഈ മാതിരി പരസ്യം കൊടുക്കും. നേരത്തെ ഈ PRD-യുടെ ഈ കള്ളപ്പരസ്യം ഉണ്ടല്ലോ, PRD-യുടെ കള്ളപ്പരസ്യം, അന്ന് പവർ കട്ട് ഇന്ന് പവർ കട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ ഒരു അലമ്പ് പരസ്യം, ഇത് മാതൃഭൂമി മനോരമയും കൊടുത്തില്ല. അത് അവരുടെ ആ പത്രത്തിന്റെ ഒരു എന്താ പറയാ, അവരുടെ ഒരു നിലപാടാണത്. ഞങ്ങൾ ഇത്തരം കള്ളപ്പരസ്യങ്ങൾ ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്നത് പത്രത്തിന്റെ നിലപാടാണ്. ഇതിന് ഒരു നിലപാടില്ല. ഒരു പൈസ കിട്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പം ദേശാഭിമാനി വായനക്കാരൊക്കെ ഇന്ന് മറ്റേ സീരിയാജി പറഞ്ഞ കോൾമയിൽ കൊള്ളു കേട്ടോ. കാരണം പിണറായി ഒന്നും ചെയ്യില്ല, പക്ഷെ മോദി ചെയ്യുന്ന പറഞ്ഞത്. കേരളത്തിലെ വനിതകളെ ശാക്തീകരിക്കുന്നു. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം ഏകദേശം 12 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ഏകദേശം 590 കോടിയുടെ സഹായം. 2.7 ലക്ഷത്തിലധികം സ്വയം സഹായ സംഘങ്ങളും 4 ലക്ഷത്തിലധികം ലഖ്പതി ദീദികളും സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കുന്നു. അടിസ്ഥാന തലത്തിൽ സ്ത്രീകൾ നയിക്കുന്ന സംരംഭങ്ങളുടെ സമൃദ്ധി ശക്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മോദി സർക്കാർ നടപ്പിലാക്കുന്ന വളരെ ആകർഷകമായ പദ്ധതികളാണ് ദേശാഭിമാനി.